ഹായ് ഹലോ. രാവിലത്തെ ഇഡ്ഡലി ബാക്കിയുണ്ടെങ്കിൽ നമുക്കത് വെച്ച് നല്ലൊരു അടിപൊളി ഇഡ്ഡലി മസാല ഉണ്ടാക്കി നോക്കിയാലോ. ഇഡ്ഡലി കഴിക്കാനൊക്കെ മടിയുള്ള കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് സ്കൂൾ വിട്ടൊക്കെ വരുന്ന സമയത്തൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിതാ ഒരു കടായി വെച്ച് കൊടുത്ത് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒന്ന് ചതച്ചെടുത്തിട്ടുള്ള വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു വറ്റൽമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ വെളുത്തുള്ളി ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയൊക്കെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വലിയൊരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സവാള ഒരുപാട് വഴറ്റിയെടുക്കണ്ട. സവാളയൊക്കെ അങ്ങനെ കുറച്ച് ഒരു ക്രഞ്ചി ആയിട്ടാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് വഴറ്റിയെടുക്കണ്ട കേട്ടോ. ഇനി നമുക്കതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളി അതുപോലെ തന്നെ ഒരുപാട് വെന്ത് ഉടഞ്ഞു പോവണ്ട കേട്ടോ. തക്കാളി ഇട്ട് കൊടുത്ത ഉടനെ തന്നെ നമ്മൾ അതിലേക്ക് ബാക്കിയുള്ള മസാലകളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആ മസാലയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ആ മസാലയിലുള്ള ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനൊരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ടൊമാറ്റോ സോസ് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരുപാട് സമയം അത് ഇങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കണ്ട. പെട്ടെന്ന് തന്നെ നമുക്ക് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഡ്ഡലി ചേർത്ത് കൊടുക്കണം. അപ്പം ഇനി നമുക്കതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഡ്ഡലി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനൊരു 8 ഇഡ്ഡലിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് എരിവ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇഡ്ഡലി മസാല റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ ഇതേ നമ്മുടെ ഇഡ്ഡലി മസാല റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് അവർക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമായിരിക്കും. കുട്ടികൾക്കാണെങ്കിലും ഒരുപാട് ഇഷ്ടപ്പെടും. അവർ എപ്പോഴും ഇഡ്ഡലിയൊക്കെ കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാൻ പറയും കേട്ടോ. അങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ, അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ചാനൽ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ.